ഹായ് ഡിയേഴ്സ്, ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ സമയം 11 മണിയായി. ഞാനിവൻ ഭയങ്കര ടയേർഡാണ്. എങ്കിൽ പോലും ഈ വീഡിയോ മസ്റ്റായിട്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ബിക്കോസ് ദിസ് വീഡിയോ ഈസ് ഫോർ യു ഗൈസ് ടു ആസ്ക് മീ അബൌട്ട് ക്ലാപ്പ് ഫുഡ്. ഒരാളല്ല, രണ്ടാളല്ല. ഞാൻ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് മില്യൺ വ്യൂസ് ആയിരുന്നു. അന്ന് മുതൽ എനിക്ക് കുറേ ക്വയറീസ് വരട്ടുണ്ടായിരുന്നു ക്ലാപ്പ് ഫുഡ് ബേബിനെ കുറിച്ചിട്ട്. ട്രിവാൻഡ്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ എല്ലാവർക്കും പേഴ്സണലിയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ചോദിച്ചിട്ട് പ്രസൻറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, മെയിനായിട്ട് ഇതിൻ്റെ ഷൂസ് എങ്ങനെ വെയർ ചെയ്യുന്നു എന്ന് 2-3 പേര് ഇപ്പോൾ റീസെൻ്റ്ലി ചോദിച്ചു. സോ ഞാനിപ്പോൾ ഷൂസ് എങ്ങനെയാണ് വെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കറക്റ്റ് രീതിയിൽ വെയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കി കുറേ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് ഡീറ്റെയിൽ ഞാൻ ഇടാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ. സോ ഞാൻ അവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കയറി നോക്കാം. നിങ്ങൾ എല്ലാ ഡൗട്ട്സും, ഈവൻ ഞാൻ പേഴ്സണലി പോലും എല്ലാവർക്കും ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അവൻ അവിടെ റൂമിൽ കിടക്കാനും നമുക്ക് പോയിടാം. സോക്സ് ഇട്ടു. ഇനി ഇതറിയാലോ, ഇതാണ് നമ്മുടെ ഷൂ. ഇതിനിടയിൽ വേറെ സംഭവം ഉണ്ടായി. ഷൂ പൊട്ടിച്ചു. അതായത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടില്ലേ, നടുക്ക് ഈ ഒരു റോഡൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഷൂസാണ് വേറെ ചെയ്യുന്നത്. ക്ലബ് ഫുഡ് ബേബീസ് വേറെ ചെയ്യുന്ന ഷൂ ആണിത്. അതിൽ കണ്ടോ, ബാക്കിൽ ഇതാ ഇങ്ങനെയാണ് ഇത് വെച്ചിട്ടാണ് ഈ ഷൂസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് അവനൊരു 1 വീക്ക് മുന്നേ അടിച്ച് പൊട്ടിച്ചു. ഇതിങ്ങനെ ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് വന്നു. സോ ഇതിനെ ഞാൻ വീണ്ടും നന്നാക്കി എടുത്തതാണ്. ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2 വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടി ചിലപ്പോൾ ഷൂസ് അടിച്ച് പൊട്ടിക്കും. അന്ന് ഞാനിത് ഇത്രയും സ്ട്രോങ് ഷൂസ് എങ്ങനെ അടിച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഇനി എത്ര ഷൂസ് പൊട്ടുന്ന അറിയത്തില്ല. 4 വയസ്സ് വരെ ഇത് വേറെ. ഷൂസ് മെയിനായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ കാല് ഈ ഇതിനുള്ളിൽ നമ്മളിങ്ങനെ കയറ്റിയിട്ട് വെക്കുമ്പോൾ ഈ ഉപ്പൂറ്റി ഭാഗം അത് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് ഇവിടെ വരണം. ഇതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നാൽ ഇങ്ങനെയാണ്. ഞാൻ എങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാല് ഇങ്ങനെ ഒന്ന് പൊക്കും. ഞാൻ ഉള്ളിലോട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കാലിങ്ങനെ പ്രസ് ചെയ്തിട്ട് താഴെ ഉപ്പൂറ്റി ഭാഗം തൊടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ട്രാപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ല, നടുക്കത്തെ സ്ട്രാപ്പ് കുറച്ച് നല്ല പോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സെക്കൻഡ് കാലം അതുപോലെ ചെയ്യുന്നുണ്ട്. 3 ഭാഗത്തെയും ടൈസ് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഷൂസ് വെയർ ചെയ്യുന്ന മെയിനായിട്ടുള്ള രീതി. ഇനി കാല് വളരുന്ന അനുസരിച്ച് ഈ വിരലുകൾ ഷൂസിൻ്റെ പുറത്ത് വരും. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ഷൂസ് ഓർഡർ കൊടുക്കേണ്ടത്. ഈ യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇതുപോലുള്ള കുറേ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. വിൽ സീ യു ഗൈസ് ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.